ഒരു സമയമായി ഇവിടെ തന്നെ നിൽക്കുന്നു. അവരൊക്കെ എവിടെ പോയി? അതില്ലേ അമ്മ, അവരൊക്കെ ഓരോരോ പർച്ചേസിലാ ഉള്ളത്. പാത്തുമ്മയും സൈനുമ്മയും ഉസ്മാനൊക്കെ ദേ ആ സൈഡിലാ ഉള്ളത്. പിങ്കിമോളും കമലാന്റിയും ദേ ഈ സൈഡിലും. അവരൊക്കെ അവിടെ നിന്നും എന്തോന്ന് ചെയ്യുകയാ? നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകണ്ടേ? സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ? നമുക്കൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. അമ്മേ ദേ ഈ കടയിൽ നിറച്ചും പാവകളുണ്ട് അമ്മേ. എനിക്കൊരു പാവക്കുട്ടിയെ വാങ്ങിച്ചു തരുമോ? അയ്യോ, മോൾക്ക് പാവക്കുട്ടി മാത്രം മതിയാ? അമ്മയുടെ കട മൊത്തം വാങ്ങിച്ചു തരാൻ പറയും. എന്തേ ദേ കുഞ്ഞാറ്റെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ചെറിയ വേണ്ട എന്ന്. ഞാൻ അമ്മയോടല്ല ചോദിച്ചത്, നിന്നോടല്ലോ. ഇവിടെ അമ്മക്ക് തന്നെ ഒരു സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് നിൽക്കുന്നത്. അപ്പോഴവളുടെ ഒരു പാവക്കുട്ടി. അമ്മേ, ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ചു തരുമോ പ്ലീസ് അമ്മേ? അയ്യോ, എന്താണ് മക്കളെ ഇത്? റോട്ടിൽ നിന്നാണോ വഴക്ക് കൂടുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഇവളെയും കുട്ടിയെ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് എന്തെങ്കിലും വേണമായിരിക്കും. അതായിരിക്കും നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ നിനക്ക് മേക്കപ്പ് സെറ്റ് വേണമെന്ന് പറഞ്ഞത് അല്ലേ? ഞാനേ ആവശ്യമുള്ള സാധനത്തിനാ പറഞ്ഞത്, അല്ലാതെ നിന്നെ പോലെ പാവക്കുട്ടിക്കും ജീവക്കുട്ടിക്കും ഒന്നുമല്ല. അവളുടെ ഒരു പാവക്കുട്ടി. അമ്മ പ്ലീസ് അമ്മ, ഈ ഒരു പ്രാവശ്യം കൂടെ ഇനി ഒരിക്കലും പറയത്തില്ല. പ്ലീസ് അമ്മ, ഒരു പാവക്കുട്ടിക്ക് മാത്രമല്ല ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് വാങ്ങിച്ചു തരുമോ അമ്മ? മക്കളെ, നമ്മളിവിടെ പർച്ചേസിന് വന്നല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? പർച്ചേസ് ചെയ്യാനുള്ള കാശൊന്നും ഞാൻ കരുതിയില്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ കാശ് കുറവാണ്. പിന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ, അവൾ മേക്കപ്പ് സെറ്റിന് പറഞ്ഞല്ലോ, അവൾക്ക് അമ്മ മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുക്കത്തില്ലേ? എനിക്ക് പാവം വാങ്ങിച്ചു തരാണ്ട് അവൾക്ക് എങ്ങാനും മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അമ്മയോട് ഞാൻ പിന്നെ മിണ്ടത്തില്ല. എനിക്ക് കുഞ്ഞാവേ, അത് ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞില്ലേ? കണക്കായിപ്പോയി. അമ്മയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ലേ ഇതൊന്നും വാങ്ങിച്ചു തരാത്തത്? പിന്നെ നിന്റെ മേക്കപ്പ് സെറ്റ് പുളിങ്കുരി കൊടുത്തിട്ടാണ് വാങ്ങിക്കണത്. അയ്യേ, എന്തോന്നിത്? നാട് റോഡിൽ നിന്നാണ് തല്ലി പിടിക്കണത്. രണ്ടിനും ഇപ്പൊ എന്റെ കയ്യിൽ നേരപ്പെട്ട കൊള്ളും കേട്ടോ. അമ്മ, ഞാനല്ലല്ലോ, അവളല്ലേ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കണത്. അമ്മ അതിന് എന്നോട് പറയണത് അവളോട് പറ. ഷോ, ഈ പിള്ളേരെയും കൂട്ടിട്ട് ടൂറിന് വന്ന് എന്നെ വേണം പറയാൻ. കൊണ്ടുവരണ്ടായിരുന്നു രണ്ടുപേരെയും. നിങ്ങളോട് രണ്ടുപേരും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. ഒരു പാവക്കുട്ടിയെ വാങ്ങണില്ല, മേക്കപ്പ് സെറ്റും വാങ്ങണില്ല. അപ്പോഴേക്കും ചൊടിച്ചോ? രണ്ടുപേരും ചൊടിച്ചോന്ന്. ഇവിടെ തന്നെ നിന്നോ, രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോ. ഞാൻ അപ്പത്തേക്ക് സൈനയുടെ കവലയുടെ അടുത്തുണ്ടാകും. പരിചയമില്ലാത്ത സ്ഥലമാ. ഇവിടെ നിന്ന് വല്ല കുട്ടികളെ പിടുത്തക്കാരെ വന്ന് നിങ്ങൾ പിടിച്ചാലേ പിന്നെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അയ്യോ, കുട്ടികളെ പിടുത്തക്കാരോ? അതെ, ഇവിടൊക്കെ നിറയെ കുട്ടികളെ പിടുത്തക്കാരുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ കണ്ണും കയ്യും കാലും ഒക്കെ അവർ ചെത്തി ബാഗിലാക്കി കൊണ്ടുപോകും. സത്യമാണ് അമ്മ പറയുന്നത്? എനിക്ക് പേടിയാവണോ? അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. അമ്മമാർ പറയുന്ന അനുസരിക്കാത്ത കുട്ടികളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മ പറയുന്ന അനുസരിക്കാറില്ല, അവളാണ് അമ്മ പറയുന്ന അനുസരിക്കാത്തത്. ഞാനല്ല, നീ തന്നെ അമ്മ പറയുന്ന അനുസരിക്കാത്തത്. അല്ല, നീയാണ് അനുസരിക്കാത്തത്. ഞാനൊക്കെ അനുസരിക്കാറുണ്ട്. നോക്കാം അവൾ കള പറയണത്. ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാറില്ലേ? ഷോ, ഇനിയിപ്പോ ഇതിന് വേണ്ട വഴക്ക്. നിങ്ങൾ നല്ല കുട്ടികളാണെങ്കിലേ നിങ്ങൾ ഒരു കുട്ടികളെ പിടുത്തക്കാരൻ കൊണ്ടുപോകത്തില്ല. ഞാൻ നല്ല കുട്ടിയാണമ്മ. ഞാനും നല്ല കുട്ടിയാണമ്മ. അപ്പൊ നിനക്ക് പാവക്കുട്ടിയെ മേക്കപ്പ് സെറ്റ് ഒന്നും വാങ്ങിക്കണ്ടേ? അയ്യോ, എനിക്കൊന്നും മേക്കപ്പ് സെറ്റ് വേണ്ട. അല്ലെങ്കിൽ മത കെട്ടിപ്പോ എവിടെ പോകാനാ? എനിക്കും പാവക്കുട്ടിയെ വേണ്ട. വീട്ടിൽ ഇഷ്ടം പോലെ പാവക്കുട്ടികളില്ലേ, അത് വെച്ചിട്ട് ഞാൻ കളിച്ചോളാം. അല്ലെങ്കിലും എന്റെ അടുത്തുള്ള പാവക്കുട്ടികളുടെ കൂട്ട് തന്നെ ഇവിടെ ഉള്ളത്. പിന്നെ എന്തിനാ വേറൊരു പാവക്കുട്ടി? അങ്ങനെ നല്ല കുട്ടികളായാലേ നിങ്ങൾക്ക് നല്ലത്. അമ്മ പറഞ്ഞ സത്യമായ കാര്യമാണോ? എന്തോന്നേ? കുട്ടികളെ പിടുത്തക്കാരുള്ള കാര്യം? കുട്ടികളെ പിടുത്തക്കാരെ ഇവിടെ ഒക്കെ ഉണ്ട്. അവരുടെ കയ്യിലെ വലിയൊരു ചാക്കും ഉണ്ടാകും. ആ ചാക്കിലുള്ള കുട്ടികളെ കൊണ്ടുപോകാറ്. എന്നാ നമുക്ക് ഇവിടെ നിൽക്കണ്ടമ്മ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം, സൈനമ്മയുടെ കമലമ്മയുടെ അടുത്തേക്ക്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേഗം വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. പാവം കുട്ടികളെ, ഞാൻ പറഞ്ഞതൊക്കെ അപ്പടെ വിശ്വസിച്ചു.